ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈയിൽ നിന്ന് കുറച്ചൊരു വ്യത്യസ്തമായിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം, മാത്രമല്ല കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഏകദേശം 500 ഗ്രാം ചിക്കന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചെറുതാക്കിയിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ 1/2 ടേബിൾ സ്പൂണ് നല്ല മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂണ് ഗരം മസാല പൊടി, 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ 1 കിലോ ചിക്കനിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒക്കെയാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. ഈ ഒരു ചിക്കനിലേക്ക് ഞാൻ 5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് 5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. കോൺഫ്ലവർ കുറച്ച് അധികം ഉണ്ടായതുകൊണ്ട് കുറച്ച് വെള്ളം നമുക്ക് വേണ്ടി വരും, നന്നായിട്ടൊരു കോട്ടിംഗ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺഫ്ലോർ ചിക്കൻ്റെ മുകളിൽ നന്നായിട്ട് നല്ലൊരു കോട്ടിംഗായി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു കോട്ടിംഗ് തന്നെയാണ്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സാധാരണ നമ്മൾ കുറേ ഓയിലാണല്ലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇവിടെ അത്ര ഓയിൽ യൂസ് ചെയ്യണില്ല. അതുകൊണ്ട് തന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിയുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ പീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് അടച്ചു വെക്കുകയാണ്. ഏകദേശം ഒരു 3 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കി. ഇനി നമുക്ക് ചിക്കന് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. നമുക്കിപ്പോൾ കാണാൻ പറ്റും കോൺഫ്ലോറിൻ്റെ ഒരു കോട്ടിങ് ചിക്കൻ്റെ മുകളിൽ. അപ്പോൾ പതുക്കെ മറിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഈ കോട്ടിങ് പോകും. എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് നേരം ഒന്ന് അടിച്ച് വെക്കുകയാണ്. നമ്മൾ അടിച്ച് വെച്ച് കുക്ക് ചെയ്യുന്നതുകൊണ്ട് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഫ്രൈ ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ കുറച്ച് നേരത്തിന് ശേഷം തുറന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. പതുക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എന്നിവ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളിയെല്ലാം ഒന്ന് വാടിക്കിട്ടുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. ആ ഒരു സമയം കൊണ്ട് ചിക്കനും വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം. നമ്മൾ ഇതിൽ ഇട്ടെടുക്കുന്ന ഉള്ളി ഫ്രൈ ആയി പോകരുത്, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി.
അപ്പോൾ ഞാനിവിടെ ചിക്കൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിത് ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.